ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ 2026 ഓഗസ്റ്റ് മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് എങ്ങനെയുണ്ട്, അനുകൂലമാണോ പ്രതികൂലമായ സാഹചര്യമാണോ എന്നുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തുലാരാശി അല്ലേ. തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്രര, ചോതി, വിശാഖം, മുക്കാട് എന്ന രണ്ടേകാൽ നക്ഷത്രമാണ്. ചിത്രരാശിക്കാർക്ക് മാത്രമല്ല ചിത്രലഗ്നക്കാർക്കും നമ്മുടെ വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഓഗസ്റ്റ് മാസം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നിങ്ങളെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കഴിവിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, നമ്മുടെ കഴിവുകൾക്ക്, നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്കില്ലിന് ഇതിനൊക്കെ എന്താണ് ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നൊരു ടൈമായിട്ട് നമുക്ക് ഈ ഒരു ടൈം പറയാൻ പറ്റും. നമ്മുടെ കഴിവിന് തക്കതായ ഒരു അംഗീകാരം നമുക്ക് വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് കിട്ടുക, മേലധികാരിയിൽ നിന്നും അതൊക്കെ കിട്ടാനുള്ള അവസരങ്ങൾ നമുക്ക് പറയാം. പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് വരാനുള്ള യോഗം പറയാം. നമ്മുടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക ടൈമിൽ, ഓരോ കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് പറയാം. ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ പുതിയൊരു അവസരങ്ങൾ ലഭിക്കാനൊക്കെ യോഗം പറയാവുന്നൊരു ടൈമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സുകൾ, ഇവരൊക്കെ നമ്മുടെ അവരുമായിട്ടൊരു അഭിപ്രായ ഭിന്നതകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ നമ്മൾ സമാധാനത്തോടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്കൊരു നന്മയിലോട്ടോ അല്ലെങ്കിൽ ആ വഴക്കുകളൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു സമാധാനത്തിൻ്റെ പാതയിൽ പോകുന്നതായിട്ടും കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് വരുമാന കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുള്ള ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഡംബരമായ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ ചിലവുകൾ നമ്മൾ മാക്സിമം കുറയ്ക്കുക. അതായത് നിങ്ങൾക്ക് വരുമാനം വരുമെന്ന് ചോദിച്ചാൽ വരുമാനം വരും, പക്ഷെ ആ വരുമാനത്തിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അതുപോലെ പഴയ കുടിശ്ശികയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. അതേപോലെ തന്നെ വലിയ നിക്ഷേപങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കറക്റ്റാണോ നല്ലതാണോ പലതവണ ആവർത്തിച്ച് ചിന്തിച്ച് മാത്രം ആ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നതാണ് ഉത്തമം എന്ന് പറയാം. അതേപോലെ നമ്മുടെ ഫാമിലി ലൈഫ്, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈം പീരീഡായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായ പല നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധിക്കും. കുടുംബ സംബന്ധമായിട്ടായാലും ഫാമിലിയായിട്ടായാലും നോക്കിയാൽ നമുക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പറ്റും. നമ്മുടെ ജീവിത പങ്കാളിയുടെ ഒരു പിന്തുണ, സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ടൈം പീരീഡായിട്ട് പറയാം. അതേപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ പോലും പരസ്പരം സംസാരത്തിലൂടെ ആ തെറ്റിദ്ധാരണകളൊക്കെ മറികടക്കാൻ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തെ പറയാൻ പറ്റും. അതേപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങാവുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ പ്രണയത്തിലുള്ളവരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു വിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കുന്നതായിട്ട് പറഞ്ഞു വയ്ക്കാൻ പറ്റും. അതേപോലെ ഒരാളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ ആ രഹസ്യം അല്ലെങ്കിൽ പ്രണയം മറ്റാളോട് തുറന്നു പറയുവാൻ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റുന്ന സമയമായിട്ട് പറയാൻ പറ്റുന്നത് മാത്രമല്ല, ചിലപ്പോൾ അങ്ങനത്തെ വികാരം നമ്മുടെ പങ്കാളികൾക്ക് അല്ലെങ്കിൽ നമ്മൾ കൂടെ നടക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഇഷ്ടം അവർ ചിലപ്പോൾ തുറന്നു പറഞ്ഞ സാഹചര്യമായിട്ട് പറയാം. അപ്പം നിങ്ങൾക്കും ചിലപ്പോൾ ആ താല്പര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താണ് അത് പ്രണയത്തിലോട്ട് പോവുകയാണ്, അത് പിന്നീട് എന്താണ് വിവാഹ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുവാനും നമുക്ക് യോഗം പറയാൻ സമയമാണ്. അതേപോലെ ഈ ടൈമിൽ അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചില തെറ്റിദ്ധാരണകൾ നിമിത്തം, അനാവശ്യമായ സംശയങ്ങൾ നിമിത്തം ചിലയിടത്ത് ആ ബന്ധങ്ങളൊക്കെ അകന്നു പോകാനുള്ള യോഗവും നമുക്ക് എന്താണ് തള്ളിക്കളയാൻ പറ്റില്ല. സോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാം കേട്ടോ. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് നോക്കുകയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോക്കസ് കൂടുതലായിട്ടുള്ള ടൈമായിരിക്കും. അതായത് ഫോക്കസ് കുറച്ചുകൂടി നിങ്ങൾക്ക് പഠന കാര്യങ്ങൾക്ക് ശ്രദ്ധ വെക്കാനും മത്സര പരീക്ഷയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഒരു പുരോഗതി കാണാമെന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു അവസ്ഥ നമുക്ക് പറയാവുന്ന ഒരു ടൈം പീരീഡാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ, നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു പിന്തുണ, സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന ടൈം പീരീഡാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ആരോഗ്യാവസ്ഥ നമുക്ക് പറയാവുന്ന ടൈം പീരീഡാണ് എന്ന് പറയുന്നത്. നമുക്ക് ഉറക്കത്തിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക, ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്ന കൃത്യം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പ്രോപ്പർലി മെഡിസിൻ കഴിക്കുമ്പോൾ മാറുന്ന അസുഖങ്ങളൊക്കെയോ ഉള്ളിപ്പോൾ തക്കാലം കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുവെ തുലാരാശിക്കാരുടെ ഫലം എന്ന് പറയാം കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ മാസഫലം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പേര് നക്ഷത്രം താര കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊരു പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു വ്യക്തി അനിശ്ചിതമായിട്ടുള്ള ഫലമല്ല.
നമ്മൾ എന്താണ് ജനറൽ പ്രഡിക്ഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രഡിക്ഷൻസ് കാണുമ്പം നിങ്ങളുടെ ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെയും കൂടി ആസ്പദമാക്കി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് ജനിച്ച ഇടവ രാശിയിലാണ് നിങ്ങളുടെ ലഗ്നം വന്നിരിക്കുന്നത് ധനുരാശിയാണെങ്കിൽ ഇടവരാശിയുടെയും ധനുരാശിയുടെയും കൂടി പ്രഡിക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ മാസം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും. ഒരു ജന്മരാശി മാത്രം കാണാതെ ലഗ്നത്തിനും കൂടി കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ബിൽഡ് ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വ്യക്തിഗതമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദശാകാലം ഏതാണ്, ദശാധിപൻ ആരാണ്, ദശാധിപൻ നമുക്ക് എത്രമാത്രം അനുകൂലത്തിലാണ് പ്രതികൂലത്തിലാണ് എന്നുള്ള സാഹചര്യമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് മന്ത്ലി പ്രഡിക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ജനറൽ പ്രഡിക്ഷൻ ഞാൻ തുറക്കം തൊട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ പലരും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ജ്യോതിഷം പഠിക്കുന്ന വളരെ നാളത്തെ ആഗ്രഹമാണ്, എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു. നമ്മൾ ജ്യോതിഷ പഠനത്തിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് ബാച്ചുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയൊരു ബാച്ചിലേക്ക് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. അതിൽ തന്നെ ചിലർ ചോദിക്കുന്ന ഡൗട്ടാണ്, എനിക്ക് ഇനി പഠിച്ചു തുടങ്ങാൻ പറ്റുമോ, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജാസ്തി ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ് വരിക ഇതേപോലെ ഇതൊരു ഫോർമാറ്റ് തന്നെയായിരിക്കും വരിക എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് ക്ലാസ്സസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് സ്ക്രീനോട് ഷെയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ നോട്ടുകളൊക്കെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയും നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടുകയും നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി ഒരു വ്യക്തതയിലോട്ട് നിങ്ങളെ നയിക്കുന്ന രീതിയിലാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തത്. കാരണം നമ്മൾ CA CMA ക്ലാസ്സസ് എടുക്കുന്നതുകൊണ്ട് അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്, അതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ ജ്യോതിഷത്തിൻ്റെയും കൂടി കൊണ്ടുവന്നത്. കാരണം CA CMA എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സാണ്, നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയല്ലേ ജ്യോതിഷം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ ആവണമെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ പഠിക്കണം അല്ലേ. അപ്പം ആ രീതിയിലാണ് നമ്മളെ ക്ലാസ്സസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്ന നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ച് കൃത്യമായിട്ട് ഡൗട്ടുകൾ തീർത്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഡൗട്ട് ചോദിക്കുമ്പോൾ അന്നേരം തന്നെ സ്പോട്ട് റിപ്ലൈ കിട്ടുമെന്ന് വരില്ല, ഒരു 24 മണിക്കൂറിനുള്ളിലായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ജ്യോതിഷ പഠനം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്ന് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യുക കേട്ടോ. ഇനി നല്ല പെൻഡുലം പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പെൻഡുലം ഹൗസിങ്ങിൻ്റെ ക്ലാസ്സസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്, അത് ജസ്റ്റ് അവരെ ഒന്ന് ഇൻഫോം ചെയ്താൽ കൃത്യമായ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്താണ്. ഫേസ്ബുക്കിലൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക്സിനുള്ളിൽ നമ്മുടെ പവേഴ്സ് ക്ലബിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ഇനി അതില്ലെങ്കിൽ ജസ്റ്റ് അതില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ബയോയ്ക്കകത്ത് നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ്. ഞാൻ അതല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പവേഴ്സ് ക്ലബിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.